ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉൾപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പ്രധാന ഇടനിലക്കാരനാണ്. ഇതര സംസ്ഥാനങ്ങളിലെ ഭക്തർക്കിടയിൽ സ്പോൺസർ എന്ന വിശേഷണമാണ് ഇദ്ദേഹത്തിനുള്ളത്. കായംകുളത്തും ഉണ്ണികൃഷ്ണൻ ഇടനിലക്കാരനായി സാധുക്കൾക്ക് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. CK അഭിലാൽ വിശദവിവരങ്ങളുമായി ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഒരുപാട് ദുരൂഹമായ കാര്യങ്ങൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്വർണം ചെമ്പായ ഈ സംഭവത്തോടുകൂടി ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ അന്യ സംസ്ഥാനത്ത് നിന്നുള്ളവർക്ക് പോലും അറിയപ്പെടണമെങ്കിൽ ഈ ഉണ്ണികൃഷ്ണന്റെ പിടിപാട് എന്താണ് ഇയാളെക്കുറിച്ചുള്ള ഒരു വേറെ ബോട്ട്സ് എന്താണ് അഭിലാൽ? ഗുഡ് മോർണിംഗ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പ്രധാനപ്പെട്ട സ്പോൺസറായും ശബരിമലയിലെ ഇടനിലക്കാരനായും പ്രവർത്തിച്ചു എന്നതിന്റെ വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. പ്രധാനമായും തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിലെ അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ എത്തുന്നവരിൽ നല്ലൊരു ശതമാനം ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകൾക്കിടയിൽ ഇദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. ഇദ്ദേഹം ഇടനിലക്കാരനായി നിന്നുകൊണ്ട് കേരളത്തിൽ പലയിടങ്ങളിലും നിർധനരായ അയ്യപ്പ ഭക്തർക്ക് വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിൽ സംഭവിച്ചത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം കണ്ണമ്പള്ളിയിലാണ്. 2 വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. പേര് വെളിപ്പെടുത്താൻ താല്പര്യപ്പെടാത്ത കർണാടകയിൽ നിന്നുള്ള 3 അയ്യപ്പ ഭക്തരാണ് ഇതിനാവശ്യമായ ചെലവ് വഹിച്ചത്. അറയ്ക്കൽ അന്നപൂർണേശ്വരി ദേവീക്ഷേത്ര വളപ്പിൽ ഈ വർഷം മെയ് മാസം 25-ാം തീയതിയാണ് ഈ 2 വീടുകളുടെ താക്കോൽ ദാനം നിർവഹിക്കപ്പെട്ടത്. ആ ചടങ്ങിൽ പങ്കെടുത്തത് ആലപ്പുഴ കായംകുളം MLA ആയിട്ടുള്ള യു പ്രതിഭയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗം A അജികുമാറുമാണ് വിശിഷ്ട അതിഥികളായിരുന്നത്. ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുവിളക്കുകളും ഈ സ്പോൺസർമാരുടെ ഇടപെടലിനെ തുടർന്ന് സാധ്യമായി. അതായത് ഇടനിലക്കാരൻ അപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. ചടങ്ങിന്റെ ആദ്യാവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പരിപാടിയിൽ ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസിന്റെ വിശദാംശങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതേസമയം തന്നെ അടുത്തിടെ 2 സമയങ്ങളിലായി സന്നിധാനത്ത് അന്നദാനം നടത്തിയതിന്റെ വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഇദ്ദേഹം തന്നെയാണ്. അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരിൽ നിന്നും ധനസമാഹരണം നടത്തി ശബരിമലയിൽ അന്നദാനം നടത്തി. ഒരു ദിവസത്തെ അന്നദാനത്തിന്റെ ചെലവ് 6 ലക്ഷം രൂപയാണ് എന്നുകൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഏതൊക്കെ തരത്തിലുള്ള ധനസമാഹരണം ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ എത്ര തരത്തിലുണ്ടായി എന്നതിനേക്കാൾ അഭിലാൽ, ഇത് ആരുടെ അനുമതിയോടെ ഇത്തരത്തിലൊരു ധനസമാഹരണം ശബരിമലയുടെ പേരിൽ നടത്തിയെന്നതും ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. ഇതിന് അനുമതി നൽകിയത് ആരാണ്? ഒപ്പം ഉണ്ടായിരുന്നത് ആരാണ്? ആരുമായാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടായിരുന്നത് എന്നത് അല്ലേ? അതെ, ഈ അന്നദാനം നടത്തുന്നതിനോടൊപ്പം തന്നെ ശബരിമലയിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ, കാണിക്ക എന്നിവയ്ക്കൊക്കെ തന്നെ സമർപ്പണത്തിനും ഇടനിലക്കാരനായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ശബരിമലയിൽ പ്രധാനപ്പെട്ട ഒരു സ്പോൺസർ എന്നുള്ള നിലയിൽ ആണ് ഇദ്ദേഹം രംഗപ്രവേശനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. മുൻപ് കഴകത്തിന്റെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ. അങ്ങനെ ആദ്യഘട്ടത്തിൽ ശബരിമലയിൽ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായിട്ടൊക്കെ തന്നെ ഇദ്ദേഹത്തിന് അടുപ്പം സ്ഥാപിക്കാനും പിന്നീട് ഈ ബന്ധം ഉപയോഗിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അയ്യപ്പ ഭക്തർക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരാളായി ഇദ്ദേഹം മാറ്റപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിൽ പക്ഷേ ഇദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്ന ഘട്ടത്തിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സ്പോൺസറായി മാറിയ ഘട്ടത്തിലും ഒക്കെ തന്നെ ധനസമാഹരണത്തിന്റെ സോഴ്സിനെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ഏതും ദേവസ്വം ബോർഡിനോ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഇല്ല. അതേസമയം ഇദ്ദേഹം പണം നൽകുകയും അതോടൊപ്പം തന്നെ അന്നദാനം നടത്തുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട വഴിപാടുകൾ നടത്തുന്നു. ധനം നൽകിയ ആളുകൾ ഒന്നും തന്നെ രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴ കണ്ണമ്പള്ളിയിൽ 2 ഭവനങ്ങൾ നിർമ്മിച്ച് നൽകിയപ്പോഴൊക്കെ തന്നെയും പ്രധാനപ്പെട്ട സോഴ്സുകൾ ആയിരുന്ന അയ്യപ്പ ഭക്തർ അവരൊന്നും തന്നെ പേര് വെളിപ്പെടുത്താൻ താല്പര്യപ്പെടാത്ത ആളുകളായിരുന്നു. ചുരുക്കത്തിൽ ഇദ്ദേഹമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ധന ഇടപാടുകൾ അടക്കം നടത്തിയത് എന്നുള്ളതിന്റെ സൂചനകളാണ് ലഭ്യമാവുന്നത്. ശരി അഭിലാൽ, വലിയ ദുരൂഹതകൾ ഇനിയും മറന്നീക്കി പുറത്തു വരാനുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചു? ആരാണ് ഏൽപ്പിച്ചത്? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇടനിലക്കാരനായി വളർന്നു വരാൻ അവസരം നൽകി? തുടങ്ങിയ കാര്യങ്ങൾ, സാമ്പത്തിക സ്രോതസ് എന്താ, മറ്റേതൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടു എന്നതൊക്കെയും അറിയാനുണ്ട്. CK അഭിലാലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.